മച്ചാ പറയാ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ മട്ടൺ സ്റ്റൂ ആണ്. അപ്പം നമുക്ക് ഏറെ വീട് എടുക്കുക. അപ്പം മച്ചാ പറയാ അതോടെ നമ്മളിവിടെ നമ്മളെ മട്ടൺ നല്ല കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മൾ കുക്കറിലേക്ക് കുറച്ചായി നമ്മൾ കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ കഴിച്ച് അതിന് വേണ്ടി നമുക്ക് ആദ്യം കൊണ്ട് ഒരു ഉരുളക്കിഴങ്ങാണ്. ഇത് വൃത്തിയാക്കി നന്നായി എടുത്ത ശേഷം നമ്മളെ ഈ മട്ടണിലേക്ക് നമുക്കെല്ലാം മാറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്ക് വേണ്ട ഒരു പകുതി ക്യാരറ്റ്, അത് നമുക്ക് നേരെ നമ്മൾ ഈ മട്ടണിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അതിന് ശേഷം നമുക്ക് കുറച്ച് പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അതിന് ശേഷം നല്ല പഴച്ച് തിരുമിയതിന് ശേഷം നമുക്ക് നേരെ നമ്മളെ ഈ അടുപ്പിൽ കഴിച്ച് നമ്മളിവിടെ നേരെ നമ്മളെ മട്ടൺ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ തീ ഉണക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് നമ്മളെ കുക്കർ അടിച്ചു കൊടുക്കാം. 5 മിനിറ്റ് വെക്കാം. അപ്പോൾ കഴിച്ച് നമ്മളെ മട്ടൺ ആയതുകൊണ്ട് ഒരു 3 വിസിലടിച്ചതിന് ശേഷം മാത്രം തുറക്കണേ. അപ്പോൾ കഴിച്ച് ഒരു വിസിലായതിനു ശേഷം നമുക്ക് നമ്മളെ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ കഴിച്ച് 3 വിസിലടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ നമ്മളെ തീ ഓഫ്. അപ്പോൾ മജമാർ അതിന് വേണ്ടി നമുക്ക് നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് നേരെ തീ ഓണാക്കാം. അതിന് ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അത് ചൂടാവട്ടെ. നമ്മൾ ഓയിൽ ചൂടായതിന് ശേഷം നമ്മൾ ഇൻഗ്രീഡിയൻസ് പറയും. നമ്മൾ ഓയിൽ ചൂടായിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് കുറച്ച് കറിവേപ്പില ഇടാം. കറുവാപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇട്ട് കൊടുക്കാം നമുക്ക്. പിന്നെ ഇനി കഴിച്ച് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ സാധനം ഒന്ന് നല്ല ഇതാവുന്ന വരെ. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഗൈസ് നോക്കി നമ്മൾ ഇത് പള്ളാട് തരക്കണം. അതിന് ശേഷം നമുക്ക് നമ്മളെ പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഒരു 2 ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. അതിന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഗൈസ്. അതിലേക്ക് കുറച്ച് സവോള ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ സവോള ഇവിടെ വരണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇനി നമുക്ക് നമ്മളെ കുറച്ച് തേങ്ങാപ്പാൽ കാഷ്യൂനട്ടിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് നേരെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഗൈസ് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കാം. പെപ്പർ. അതിന് ശേഷം നമുക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് മിക്സാക്കി കൊടുക്കാം ഗൈസ്. അപ്പോൾ ഇതൊന്നും തിളയ്ക്കണ്ട, ഇത് ചെറുങ്ങനെ ചൂടായാൽ മതി. നമുക്ക് നമ്മളെ കുക്കർ ഓപ്പൺ ആക്കാം. നല്ല എയറൊക്കെ കളഞ്ഞതിന് ശേഷം മാത്രം ഓപ്പൺ ആക്കാം. ഗൈസ് ഇതാ നമ്മൾ എയർ കളയുന്നതാണ്. നമുക്ക് നമ്മളെ കുക്കർ ഓപ്പൺ ആക്കി കൊടുക്കാം. ഗൈസ് നോക്കൂ, ആവി പകർന്ന് പോവുക. അപ്പോൾ ഗൈസ് എല്ലാം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇതിൽ 2 പൊട്ടാറ്റോ നമുക്ക് ചതച്ച് കൊടുക്കാം. നമുക്ക് കുറുകാൻ വേണ്ടിയിട്ട് നേരത്തെ ആക്കി ഗ്രേവി ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഫുള്ള് ഒഴിച്ചു കൊടുത്തോ. അതിനുശേഷം നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഗൈസ് ഇനി നമുക്ക് ഇന്ന് ചെറുങ്ങനെ ചൂടാക്കാൻ വെക്കുക. തീ ഓണാക്കിയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇത് തിളയ്ക്കേണ്ട, നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് എണ്ണ ഒഴിച്ചതിന് ശേഷം ചെറുള്ളി താഴി കൊടുക്കാം. ഗൈസ് നമുക്ക് എണ്ണ തിളച്ചതിന് ശേഷം 2 ചെറുള്ളി അറിഞ്ഞത് ഇട്ട് കൊടുക്കാം. 2 മുളക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായി മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഗൈസ് നന്നായിട്ട് മൂത്തോണ്ടി നമുക്ക് നേരെ നമ്മളെ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഫുള്ള് ഒഴിച്ച് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കാം ഒരു ഡിസൈനിന് വേണ്ടി. അപ്പോൾ ഗൈസ് നമ്മളെ മട്ടൻ കറി ഇവിടെ ഇതാ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ സെർവിങ് പ്ലേറ്റിലേക്ക് നേരെ മാറ്റി കൊടുക്കാം. അപ്പോൾ ഗൈസ് അതോടെ നമ്മളിവിടുത്തെ മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം ഇത് ടേസ്റ്റ് ചെയ്തപ്പോൾ നല്ല ടേസ്റ്റാണ് എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ബൈ.